ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇംഗ്ലീഷ് എക്സാമാണ്, ഇംഗ്ലീഷ് മോഡൽ എക്സാമാണ് നാളെ. നിങ്ങളെല്ലാം അതിനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇംഗ്ലീഷിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കേണ്ട 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ പഠിക്കാതെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകണ്ട. കാരണം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നാളത്തെ പരീക്ഷയിൽ എഴുതാനുണ്ടാവും. അത് പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ പഠിക്കുക. വീഡിയോ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഒരു SSLC വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം എല്ലാ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട് ഈ പരീക്ഷാകാലത്ത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായ വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. ഓക്കെ, കാര്യത്തിലേക്ക് കിടക്കാം. ഇംഗ്ലീഷ് പരീക്ഷയിലെ 5 ഏരിയകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ 5 ഏരിയകൾ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നേരിട്ടല്ല ചിലപ്പോൾ ചോദിക്കുക, മറ്റൊരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ഞാൻ ഈ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയിൽ എഴുതാനുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തത് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന ചാപ്റ്ററിലെ കോബ്രയും മംഗൂസും തമ്മിലുള്ള ഫൈറ്റ് സീൻ. കോബ്ര മംഗൂസ് ഫൈറ്റ് സീൻ നന്നായിട്ട് പഠിച്ചു വെക്കുക. അതിൽ കുറേ വേർഡ്സൊക്കെ ഉണ്ട്. ഫോക്ട് ടങ്, ഹിസിങ്, ഡിഫെൻസ് ഒക്കെ പറഞ്ഞ കുറേ വേർഡ്സൊക്കെ ഉണ്ട്. അതുൾപ്പെടെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാചകങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഈ കോബ്ര മംഗൂസ് ഫൈറ്റ് സീൻ മിക്കവാറും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യം വരും. മിക്കവാറും എല്ലാ പരീക്ഷകളിലും ഈ ഏരിയ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ ആ ചാപ്റ്ററിൽ നമുക്കറിയാം ആ സ്ക്യൂറലുമായിട്ടുള്ള ബന്ധവും പിന്നെ അവസാനം വൈറ്റ് റാറ്റും ഗ്രേ സ്ക്യൂറലും നമ്മളുടെ ബന്ധവും സംബന്ധിച്ചൊക്കെ ചോദ്യങ്ങൾ വന്നേക്കാം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോബ്ര മംഗൂസ് ഫൈറ്റ് ആണ്. 2, പ്രൊജക്ട് ടൈഗർ എന്ന ചാപ്റ്ററിൽ ടൈഗറിനെ വെച്ചിട്ടുള്ള ഷൂട്ടിംഗ് ഉണ്ട്. ടൈഗറിൻ്റെ സീൻ അത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം ഒരു ടൈഗറിനെ വെച്ച് ഷൂട്ട് ചെയ്യുന്നു. ആ സീന് കൃത്യമായിട്ട് ക്യാമറയിൽ പതിയുന്നില്ല. മാത്രവുമല്ല ടൈഗർ പുറത്ത് ചാടിയിട്ട് അത് തുള്ളുന്നു, ഓടുന്നു, ഉരുളുന്നു, മറിയുന്നു, ഇതൊക്കെ സംഭവിക്കുന്നതൊക്കെ നമുക്കറിയാം. അതിനുശേഷം രണ്ടാമത്തെ ടൈഗറിനെ വെച്ച് ഷൂട്ട് ചെയ്യുന്നു. ആദ്യം ആ ടൈഗർ പുറത്തിറങ്ങി ജനങ്ങളുടെ നേരെ ഓടുന്നുണ്ട്. അതിനുശേഷം വൃത്തിക്ക് ഷൂട്ട് ചെയ്യുന്നു ഒക്കെ ഉണ്ട് അല്ലേ, കാരണം ഈ സീനൊക്കെ റീഷൂട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഈ ഏരിയ, അതായത് ഈ ടൈഗറിനെ വെച്ചിട്ടുള്ള ഷൂട്ടിംഗ് സീന് തീർച്ചയായിട്ടും ഒരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മിക്ക SSLC പരീക്ഷകളിലും ഈ ഏരിയ ബേസ് ചെയ്തിട്ട് ഉള്ള ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ ഏരിയ എന്തൊക്കെയാണ് ആ ഏരിയയിൽ സംഭവിച്ചത്, ടൈഗറിനെ വെച്ച് ഷൂട്ട് ചെയ്തത് എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ആ ഭാഗം പഠിച്ചു വെക്കുക. 2 ടൈഗറിനെ വെച്ച് ഷൂട്ട് ചെയ്ത ഭാഗവും പഠിച്ചു വെക്കുക. ഓക്കെ, മൂന്നാമതായിട്ട് ദി ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന ചാപ്റ്ററിൽ ജോണിൻ്റെ സൂയിസൈഡ് സീൻ. ജോൺ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നതും അതിൻ്റെ കാരണങ്ങളും സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത ശേഷം എന്തൊക്കെ സംഭവിച്ചു, ഈ ഏരിയ കൃത്യമായിട്ട് നോക്കി വെക്കുക. ആരൊക്കെ ഉണ്ടായിരുന്നു ആ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ ശേഷം അവനെ രക്ഷിക്കാൻ, എന്തുകൊണ്ട് അവൻ സൂയിസൈഡ് ചെയ്യാൻ നോക്കി, അതിന് ശേഷം എന്ത് സംഭവിച്ചു, ഈ കാര്യങ്ങളൊന്നും ഫോക്കസ് ചെയ്ത് വെക്കുക. കാരണം അതുപയോഗിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ഈ പരീക്ഷയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എഴുതാനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക. ചിലപ്പോൾ അത് ഡയറി ആയിട്ടോ നോട്ടീസ് അല്ല ലെറ്ററായിട്ടോ നറേഷനായിട്ടോ എങ്ങനെയാണെന്ന് ചോദിക്കാം. പക്ഷേ ആ ഏരിയ നിങ്ങൾ പഠിച്ചു വെക്കുക. നാലാമതായിട്ട് സ്കോളർഷിപ്പ് ജാക്കറ്റാണ്. ഈ സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ പ്രത്യേകത, ആ ചാപ്റ്ററിൽ ഒരു ഏരിയ എന്ന് പറയാനുള്ള ആ ചാപ്റ്ററിൻ്റെ സമ്മറി, ഒരു ഷോർട്ട് സമ്മറി 1-2 പാരഗ്രാഫ് ആക്കിയിട്ട് പഠിച്ചു വെക്കുക. ആ പാഠത്തിൽ 2 ദിവസം കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ പറയുന്നത് അല്ലേ. ഫസ്റ്റ് ഡേ ടീച്ചേഴ്സ് നമ്മളൊരു കോൺവെർസേഷൻ മാത്രം കേൾക്കുന്നതും, പിന്നീട് അവൾ വീട്ടിൽ കരഞ്ഞിട്ട് പോകുന്നു. തൊട്ടടുത്ത ദിവസം പ്രിൻസിപ്പാൾ വിളിക്കുന്നു, അവളൊരു സ്കോളർഷിപ്പ് ജാക്കറ്റിന് ക്യാഷ് വേണം, $15 വേണമെന്ന് പറയുന്നു. അവൾ ഗ്രാൻഡ് ഫാദർ ചോദിക്കുന്നു, അദ്ദേഹം കൊടുക്കുന്നില്ല. തിരിച്ച് അവൾ വന്നിട്ട് പ്രിൻസിപ്പാളിൻ്റെ ഈ കാര്യം പറയുമ്പോൾ പ്രിൻസിപ്പാൾ നിനക്ക് ഞങ്ങൾ സ്കോളർഷിപ്പ് ജാക്കറ്റ് തരാമെന്ന് പറയുന്ന ഈ ഒരു 2 ദിവസം കൊണ്ട് 2-3 ദിവസം കൊണ്ട് നടക്കുന്ന സംഭവം ഒരു 2 പാരഗ്രാഫോ 3 പാരഗ്രാഫുള്ള ഒരു ചെറിയ സമ്മറി ആയിട്ട് പഠിച്ചു വെക്കുക. കാരണം ആ പാഠത്തിൽ ഏത് ചോദ്യം വന്നാലും ഈ സംഭവങ്ങൾ മൊത്തം മിക്കവാറും എഴുതാനുണ്ടാവും. ഓക്കെ, 5-മതായിട്ട് വങ്ക എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാനുണ്ട്. ആ ചാപ്റ്ററിലെ വങ്ക മാസ്റ്റർ അല്യാഗിൻ എന്ന ഷൂമേക്കറുടെ വീട്ടിൽ നേരിട്ട ഒരുപാട് ദുരിതങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവനെ ഏത് രീതിയിലാണ് അതിനെ നേരിട്ടതെന്നും അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അവൻ നേരിടേണ്ടി വന്നതെന്നും അവൻ്റെ മനസ്സിലൂടെ ആ സമയത്ത് കടന്നുപോയ കാര്യങ്ങൾ എന്താണ് എന്നും പഠിച്ചു വെക്കുക. നമുക്കറിയാം അവൻ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നന്നായിട്ട് അവന് അടി കിട്ടിയിട്ടുണ്ട്, അവന് ഭക്ഷണം മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ല, പിന്നെ രാത്രി ഉറങ്ങാനുള്ള അവസരം പോലും അവന് കിട്ടിയിട്ടില്ല. കാരണം മാസ്റ്ററുടെ കുഞ്ഞിനെ ഉറക്കേണ്ട സാഹചര്യം വന്നു. അവൻ്റെ കൂടെയുള്ള അപ്രൻറ്റീസുകൾ അവനെ ഒരുപാട് മോക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ രീതിയിൽ ഈ ചാപ്റ്ററിലെ വങ്ക നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് നോക്കി പഠിച്ചു വെച്ചോളൂ. കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഉത്തരത്തിൻ്റെ ഭാഗമായിട്ട് അത് കൃത്യമായിട്ട് എഴുതാനുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ഒന്ന് നോക്കി വെച്ചോളൂ, പഠിച്ചു വെച്ചോളൂ. ഇത് അതേപോലെ വരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ ഏരിയകൾ ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് അതൊന്ന് പഠിച്ചിട്ട് പോകണം. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.